ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചീറമ്പക്കാവിൽ താലപ്പൊലിയാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും ഏട്ടനും പിള്ളേരും എല്ലാവരും കൂടിയിട്ട് പോകുന്നതാണ്. ഭയങ്കര ബ്ലോക്കായിരിക്കുക, എന്നാലും നമുക്ക് താലപ്പൊലി മിസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതാ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം ചായയെല്ലാം കുടിച്ച് വേഗം വിടണം. ലേറ്റാവും വരാൻ വേണ്ടിയിട്ട്. എപ്പോൾ ഇങ്ങെത്തുവാന്നൊന്നും അറിയില്ല. അപ്പം നമ്മളെ താലപ്പൊലി വിശേഷങ്ങളെല്ലാം ഒന്ന് കാണാൻ. ഏകദേശം ഇതാ ഒരു 7:30 അപ്പം ആ ഒരു സമയത്താണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നത്. ഏട്ടൻ വന്നിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുള്ള വെയിറ്റിംഗ് ആണ്. പിന്നെ ഞാൻ വന്നിട്ട് ഇതാ ഡ്രസ്സെല്ലാം മാറി റെഡിയായി നിന്നിട്ടുണ്ട്. രാത്രിക്ക് നല്ലോണം ലേറ്റ് ആവും വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പിന്നെ ദേവൂട്ടന് ഇതാ ഒരു തൊപ്പി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞുണ്ടെങ്കിൽ അഥവാ തണുപ്പെല്ലാം പിടിക്കും. പിന്നെ എക്സാമല്ലേ വരുന്നത്, അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം ആ തൊപ്പി ഇട്ട് ഇടുന്നതിനുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ ആ മുഖത്ത് കാണുന്നത്. ഇടണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കുഴപ്പമാണ്. അപ്പോഴത്തേക്ക് പിന്നെ ഏട്ടനെല്ലാം വന്നിട്ടുണ്ട്. നാട്ടിലിപ്പോൾ എല്ലാ സ്ഥലത്തും ഉത്സവവും തെയ്യവും എല്ലാം ആണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രത്തിൽ പിന്നെ ഉത്സവമാണ്. കീർത്തിമംഗലം പിന്നെ ക്ഷേത്രത്തിലാണ് കേട്ടോ. വീട്ടിൻ്റെ കുറച്ച് അത്രയേ ഉള്ളൂ ദൂരം. അപ്പം നമ്മൾ ചീറുമ്പക്കാവിലേക്ക് പോകുന്ന പോക്കാണ്. അന്നേരം ഏട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഇടിയും കൂടി കയറി തോന്നിട്ട് പോവാന്ന്. അങ്ങനെ നമ്മൾ അടിയൊന്ന് കയറി. ഞാൻ അധികമൊന്നും ഇവിടെ വന്നിട്ടില്ല, ആകെ 2-3 തവണയേ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിട്ടില്ലേ. അപ്പം അവിടെ നല്ല ഗാനമേളയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എന്തായാലും ചെറുമ്പക്കാവ് പോകുന്ന വഴിയിൽ ഇടിയും കൂടി കയറാൻ പറ്റി. പിന്നെ നമ്മൾ വേഗം ഇറങ്ങിയ ഭക്ഷണം ഉണ്ടായിന് കേട്ടോ നൈറ്റ്. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്നെല്ലാം തിന്നിട്ടെല്ലാം വന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടില്ലേ. അങ്ങനെ നമ്മളിതാ ഈ വർഷത്തെ കീർത്തിമംഗലത്തിലെ ഉത്സവവും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അവിടുന്ന് നമ്മൾ വേഗം ചെറുമ്പക്കാവിലേക്ക് പോകുന്ന വഴിയാണ്. അന്നേരം അന്ന് പെട്രോൾ കഴിഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ പെട്രോളിൽ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് പമ്പിലേക്ക് കയറിയതാണേ. ഓഡിയോ അല്ലേ, AUDIOയാ? ഓടോ എൻ്റെ ദേവൂട്ടൻ്റെ സംശയമെല്ലാം തീർത്ത് കൊടുത്തിട്ട് നമ്മളിതാ പോന്നാണേ. പോകുമ്പോഴത്തേക്ക് തന്നെ നല്ല ബ്ലോക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. കാരണം താലപ്പൊലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്, കലശം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മളെ നാട്ടിൽ ഈ കലശം പരിപാടിയില്ല, എൻ്റെ സ്വന്തം ഞാൻ വളർന്ന നാട്ടിൽ. പക്ഷേങ്കിൽ ഏട്ടൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം എനിക്കിത് ആദ്യം കണ്ടപ്പോൾ ഇതെന്താണെന്നൊന്നും ആദ്യം മനസ്സിലായില്ല. പിന്നെ നമ്മൾ അതുമായിട്ട് സെറ്റായി, ഇന്നതാണ് ഇങ്ങനെയാണെന്നെല്ലാം മനസ്സിലായി. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ നാട്ടിൽ നിന്നും ഓരോ ഭാഗത്തു നിന്നെല്ലാം ഇങ്ങനെ ആൾക്കാർ ഈ കലശം കൊണ്ടുവരേ. അപ്പം ഞാനിതാ കാണിച്ചു തരാം എന്താണ് കലശം എന്നുള്ളത് അറിയാത്തവർക്കാണേ. അപ്പോൾ ഇതാണ് കേട്ടോ കലശം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ ഏരിയയിൽ നിന്ന് കൊണ്ടുവരും കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ ചെണ്ടയുണ്ടാവും, അതിൻ്റെ കൂടെ ആൾക്കാരുണ്ടാവും. അവരിങ്ങനെ ആ ചെണ്ട മുട്ടിയിട്ട് ഡാൻസ് കളിച്ച് അത് പിന്നെ ലാസ്റ്റ് കാവിലേക്ക് കയറും കേട്ടോ. കാവിൻ്റെ ഉള്ളിലേക്ക് കയറും. പിന്നെ പുലർച്ചക്കാണ് ഇത്, പിന്നെ ഇത് ആ കാവിൽ സമർപ്പിക്കുക. അങ്ങനെ എന്തൊക്കെ ചടങ്ങാണ്, കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. എല്ലാ കൊല്ലവും ഉണ്ടാകുന്നതിനെക്കാട്ടിയും കുറച്ച് ആൾ കുറവാണ് കേട്ടോ ഈ കൊല്ലം ഉണ്ടായത്. അപ്പം ഈ ഒരു സ്ഥലത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചി കുത്താനായിട്ട് ഉണ്ടാവില്ല, അത്രയും ആളായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കാവിലൊന്നും കയറിയില്ല, അതിലിടയ്ക്ക് തന്നെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഒന്ന് തിരിഞ്ഞ് കളിച്ച് പിന്നെ നമ്മളിതാ വേഗം കാവിലേക്ക് പോകുന്നതാണ്. ഇത് അത്രയും തിരക്കായിരിക്കും, പക്ഷേ എങ്കിൽ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, നല്ല ഒരു തിരക്ക് കുറവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കച്ചവടക്കാരും നല്ല നല്ല കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകളെല്ലാം കേട്ടോ നമ്മളെ അമ്പലപ്പറമ്പിൽ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് കലശം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഓരോ വെറൈറ്റി മോഡലിലും വെറൈറ്റി കളറിലും വെറൈറ്റി പൂവിലും എല്ലാം ഉണ്ടാവും കേട്ടോ ഈ കലശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ചെറുമ്പക്കാവ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ ഏതോ ഒരു തെയ്യമുണ്ട്, അപ്പോൾ അത് രാവിലെയാണ്, ഒറ്റ തെയ്യം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഈ നമ്മളെ കോമരം എന്ന് പറയുന്നില്ലേ, വെളിച്ചപ്പാടൻ, അതാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പം നമ്മളെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമാണ്, എൻ്റെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമാണ് കേട്ടോ ഈ കാവ് എന്ന് പറഞ്ഞാൽ. നമ്മളെ കാവിൽ പിന്നെ തെയ്യമായിരിക്കും, പിന്നെ ഒരുപാട് 5, 6, 7, 8 തെയ്യങ്ങളോളം ഉണ്ടാവും. പക്ഷേങ്കിൽ ഇവിടെ പിന്നെ ഇങ്ങനെ
എന്താ പറയുക, ഇതാണ് കോമരാണ്, പിന്നെ കലശാണ്, അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സെൽഫിയും ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു. അപ്പോൾ ഇതാ കുറേ ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ നമ്മൾ വേഗം തന്നെ വേഗം പുറത്തേക്ക് വന്ന് പിന്നെ കുറച്ച് ചന്തയിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ദേവൂട്ടന് കുറച്ച് കളിക്കുന്നതെല്ലാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ചെന്നല്ല 1-2 വാങ്ങിക്കൊടുത്ത്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ട് മേലോട്ടേക്ക് പൊന്തി പോയിട്ട് താഴോട്ടേക്ക് വരുന്ന ആ ഒരു സാധനമാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിന്. ഒട്ടുമിക്ക കാവ് പോയി കഴിഞ്ഞാലും ദേവൂട്ടൻ അധികം ഇത് തന്നെയാണ് കേട്ടോ വാങ്ങൽ. കഴിഞ്ഞ കൊല്ലം അതിൻ്റെ അപ്പുറത്തെ കൊല്ലമെല്ലാം ഈ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിനെ. ഇതിങ്ങനെ മേലെ കൊണ്ടുപോയി താഴെ ഇടും, ഇതാണ് ഹോബി. ദേവൂട്ടൻ അതെല്ലാം പറത്തി കളിക്കുന്ന സമയം കൊണ്ട് ഞാനും തേജും വന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നല്ല ഒരു ഫ്ലേവറിലെ നമ്മളെ ഗ്രീൻ ആപ്പിളിൻ്റെ ഫ്ലേവറിലുള്ള മൊജീറ്റോ ആണ് കേട്ടോ തേജ് കുടിച്ചിട്ടുണ്ടായിന്. ഞാൻ മറ്റേ ഫാഷൻ ഫ്രൂട്ടാണ് കഴിച്ചിട്ടുണ്ടായിന്. എനിക്ക് ഭയങ്കര ഫാഷൻ ഫ്രൂട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പം അതെല്ലാം കുടിച്ചു. കാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗത്ത് ഒന്ന് തല കാണിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പം ഞാനിത് അതിൽ നിന്ന് ഒരു കമ്മലെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നമ്മൾ ഫാൻസിയിൽ നിന്നെല്ലാം വാങ്ങുന്ന ആ ഒരു റേറ്റൊന്നും ഉണ്ടാവില്ല എന്തായാലും. ചിലപ്പം 30, 40, 20 അങ്ങനെ ഉണ്ടാവില്ല. ഞാനിത് വാങ്ങിയത് 40ൻ്റെ കമ്മലാണ് കേട്ടോ. അധികം ഹെവി അല്ലാത്ത ജസ്റ്റ് ഒരു സിമ്പിൾ കമ്മലാണ്. ആ സമയത്ത് നമ്മളെ കലശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ തേജു ഒരു ചെറിയൊരു സ്നാക്സ് ആയിട്ട് ലൊട്ടാന്നാണ് കേട്ടോ ഇങ്ങോട്ട് പറയുക. എൻ്റെ നാട്ടിൽ അതിലിങ്ങനെ പുളീൻ്റെ എന്തോ ഒരു അച്ചാർ പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് അതിങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ അങ്ങനെ അത് വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ടായിനെ. അപ്പോൾ ഞാനും ഇത് ടേസ്റ്റ് ചെയ്ത്. അപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല കൊള്ളാമെന്ന് തോന്നി. പിന്നെ വേഗം അങ്ങ് കാലിയാക്കി കൊടുത്തേട്ടാ. എൻ്റെ ഈ ഫോണിൽ പകർത്താൻ പറ്റാത്ത അത്രയും കൂടുതൽ കളക്ഷങ്ങളുണ്ട്. നമ്മൾ വേഗം വന്നിട്ടുണ്ടായിന്. കുറച്ച് കളക്ഷങ്ങൾ കണ്ട് വേഗം നമ്മൾ വന്ന്. തിരക്ക് കുറേ കഴിയുമ്പോൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പിന്നെ വേഗം വന്നു കേട്ടോ. 12 മണിയിലിടക്ക് കളക്ഷങ്ങളെല്ലാം അങ്ങ് കയറണം എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാവരും സ്പീഡായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പോൾ നല്ല തിരക്കാണ് ജനങ്ങളെ. അതുകൊണ്ട് നമ്മളിങ്ങനെ അവിടെ സ്റ്റക്കായിപ്പോയി. മുഴപ്പിലങ്ങാട് കളക്ഷൻ എന്ന് പറയുന്നത് ഒരുവിധമൊക്കെല്ലാം ആ ഭാഗത്തുള്ളവർക്കെല്ലാം അറിയാൻ പറ്റും എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വല്ലാത്തൊരു തിരക്കിൽ ഞാൻ പെട്ടുപോയത്. ആൾ കുറവാണെങ്കിൽ കൂടി കുറച്ച് ടൈറ്റായിപ്പോയി. വല്ലാതൊരു ശ്വാസം മുട്ടലും അങ്ങനെയെല്ലാം ആയിപ്പോയി കേട്ടോ ആ ഒരു സമയത്ത്. അപ്പോൾ ഇങ്ങനെ കളക്ഷങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോഴത്തേക്ക് നമ്മൾ വേഗം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നതാണ് ഈ ഒരു തിരക്കിൽ നിന്ന്. അടിയറ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കാണാൻ പോയതാണ്. അന്നേരമാണ് ഇവരെ അടിയറയിൽ കൊണ്ടുപോകുന്ന കുറേ രൂപങ്ങളെല്ലാം ഇങ്ങനെ കണ്ടത് കേട്ടോ. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് ഞാൻ എൻ്റെ ക്യാമറയിലൊന്ന് പകർത്തിയതാണ്. ഒരുപാട് ആൾക്കാർ നാട്ടിലെ ഉത്സവങ്ങളും തെയ്യങ്ങളൊക്കെ മിസ് ചെയ്തിട്ടുള്ളവരുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഓരോ നാട്ടിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉത്സവം വീഡിയോ ഇത്രയ്ക്കുള്ളേ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.